നമസ്കാരം എല്ലാവർക്കും. ഈ വീഡിയോ ചെയ്യുന്നത് പേട്രിയോട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ പേട്രിയോട്ട് സിനിമ റിലീസായി ഞാനും ആദ്യത്തെ ഷോ കണ്ട ഒരാളാണ്. നമ്മൾ അതിന്റെ റിവ്യൂ ഇടുകയും ചെയ്തു. 100 പേര് സിനിമ കണ്ടിട്ടുണ്ട്. ചിലർക്ക് ഒരുപാട് പേർക്കും വ്യത്യസ്ത അഭിപ്രായമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. ഇപ്പൊ ഞാൻ കാണുന്ന ഒരു രീതിയിലായിരിക്കത്തില്ല മറ്റൊരു പ്രേക്ഷകൻ കാണുന്നത്, വേറൊരു പ്രേക്ഷകൻ കാണുന്നത്. ഇന്ന് എനിക്ക് തോന്നിയത്, ഇപ്പൊ ഞാൻ അശ്വന്ത് ഗോക്കിന്റെ ഒക്കെ നമ്മൾ എല്ലാ വീഡിയോ നമ്മൾ ഇരുന്ന് കാണുന്നതാണ്. അശ്വന്ത് ഗോക്ക് നല്ലപോലെ റിവ്യൂ പറയുന്ന ഒരാളാണ്. ചിലപ്പോൾ ഭയങ്കര മോശമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. ഇപ്പൊ എന്റെയും നമ്മളും റിവ്യൂ ചെയ്യുമ്പോൾ നമുക്കും അപാകതകളും പാകപ്പിഴകളും ഒക്കെ പറ്റുന്നതാണ്. പക്ഷേ ഈ പേട്രിയോട്ട് സിനിമയെ കുറിച്ച് അശ്വന്ത് ഗോക്ക് പറഞ്ഞ ഒരു റിവ്യൂവിനകത്ത് പറഞ്ഞൊരു കാര്യം അതൊട്ടും നമുക്ക് അങ്ങോട്ട് ദഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം പേട്രിയോട്ട് സിനിമ എന്ന് പറയുന്നത് മമ്മൂട്ടി, മോഹൻലാൽ അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടറിനാണ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർ അഭിനയിച്ചേക്കുന്ന ക്യാരക്ടറാണ്. മമ്മൂട്ടിയുടെ ക്യാരക്ടർ ആയാലും മോഹൻലാലിന്റെ ക്യാരക്ടർ ആയാലും നല്ല അടിപൊളിയായിട്ട് അവർ രണ്ടുപേരും നല്ല ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല ഓക്കെയാണ്, നല്ല രസമായിട്ട് പോയിട്ടുണ്ട്. അശ്വിൻ ഗോക്ക് പറഞ്ഞേക്കുന്നത് ടെക്നിക്കൽ അടിപൊളിയായിട്ടുണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സുഷീൻ തകർത്തിട്ടുണ്ട്. ഉഗ്രൻ സിനിമാറ്റോഗ്രാഫി, നല്ല ഡയറക്ഷൻ. എഴുത്ത് മോശമാണെന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം കൊടുത്തേക്കുന്ന ക്യാപ്ഷൻ വളരെ മോശമാണ്. പെട്ടിക്കട എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പെട്ടിയോട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത്. ഇതല്ല മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. മോഹൻലാൽ വന്നപ്പോൾ മുതൽ പടം വളരെ കോമാളിയായി പോയി. മോഹൻലാൽ വന്നപ്പോഴേ വളരെ മോശമായി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ബബ്ബായ പോലൊരു സിനിമയ്ക്കകത്ത് മോഹൻലാലിനെ വെറും കോമാളിയായിട്ട് ബാലയ്യ പോലെ ചിത്രീകരിച്ചപ്പോൾ നമ്മൾ മലയാളികൾക്ക് മൊത്തം വിഷമം വന്നു. പക്ഷേ ഇപ്പൊ എമ്പുരനകത്തായാലും മോഹൻലാലിന്റെ ഒരു ഇതില്ല. തുടരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോഹൻലാലിന്റെ ഒരു കൃത്യമായിട്ട് നല്ല ഗംഭീരമായിട്ട് മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. പേട്രിയോട്ട് സിനിമയ്ക്കകത്ത് എന്താണോ, ഇതൊരു സ്പോയിലർ ഒന്നും അല്ല, ഒരു പട്ടാളക്കാരന് വേണ്ടത്, അതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പട്ടാളക്കാരന് വേണ്ടത് അത് അതിഗംഭീരമായിട്ട് 100% സംവിധായകൻ പറഞ്ഞതിന് മുകളിൽ ഒരുപക്ഷെ മോഹൻലാൽ ആ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളത് സംശയം വേണ്ട. അത്രയും ഗംഭീരമായിട്ട് മോഹൻലാൽ ക്യാരക്ടർ ചെയ്തു വെച്ചപ്പോൾ മോഹൻലാൽ വന്നപ്പോൾ മുതൽ മോശമായി, അല്ലെങ്കിൽ മോഹൻലാൽ നിർഗുണനാണ് എന്ന് പറയുന്നത് അത് വളരെ മോശം ഒരു അഭിപ്രായമാണ്. ഇത് എന്റെ അഭിപ്രായമാണ്. സിനിമ കണ്ടവർക്ക് ഒരുപാട് പേർക്ക് അത് ഫീൽ ചെയ്തതാണ്. ആ സിനിമയിൽ ഒരു നല്ല കുറെ വൗ ഫാക്ടർ വരുന്നത് മോഹൻലാൽ വരുന്നൊരു 10-25 മിനിറ്റ് നല്ല രസമായിട്ടുണ്ട്. ആ സിനിമയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനും മോഹൻലാലിന്റെ ക്യാരക്ടർ പറ്റിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പേട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമ ഒരു കണ്ടന്റ് ഡ്രിവൺ ആണ്. എല്ലാവർക്കും അതിന്റെ ക്യാരക്ടേഴ്സ് ആണ്. ഈ പറഞ്ഞത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ നയൻതാര ആയാലും ഞാനത് പറഞ്ഞാണ്, നയൻതാരയ്ക്കാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ചുമ്മാ കൊണ്ടുവച്ച പോലാണ്. ടേക്ക് ഓഫ് കാണുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നരസിംഹം ടേക്ക് ഓഫ് കാണുന്ന ഒരാൾക്ക് മഹേഷ് നാരായണന്റെ ഡയറക്ടറിന്റെ രീതിയെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മൾ നരസിംഹം കാണുന്ന പോലെ അല്ലെങ്കിൽ വാഴ 2 കാണുന്ന പോലെ അല്ല പേട്രിയോട്ട് കാണാൻ പോകുന്നത്. പേട്രിയോട്ട് കാണാൻ പോകുമ്പോൾ നമ്മൾ ആ പറഞ്ഞ കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സാധനത്തെ കാണുക. മോഹൻലാലിന്റെ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തെ ഒരു നല്ല ക്യാരക്ടറിലുള്ള, അത് വൃത്തിയായിട്ട് ഇരിക്കുന്ന ഒരു ക്യാരക്ടർ ഒന്ന് തന്നെയാണ് ഉറപ്പായിട്ടും പേട്രിയോട്ടിലെ ക്യാരക്ടർ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് ഇടുക. ഇത് കോക്കിന്റെ അഭിപ്രായത്തോട് ഞാൻ 100% വിയോജിക്കുന്നു.